ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് DBMSൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ നെസസിറ്റീസും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വാട്ട് ആർ ദി നെസസിറ്റീസ് ഓഫ് ഡാറ്റാബേസ്? ഒരു ഡാറ്റാബേസിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളതാണ് നെസസിറ്റീസ് പറയുന്നത്. ദി യൂസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ദി ഫോളോയിങ് ബെനിഫിറ്റ്സ് ടു ദി യൂസേഴ്സ്. അപ്പം നെസസിറ്റീസ് ഓർ ബെനിഫിറ്റ് ടു ദി യൂസേഴ്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ നെസസിറ്റിയാണ് കൺട്രോളിങ് റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേഷനാണ് ഓർത്തുവെക്കുക. അപ്പം വൺ ഓഫ് ദി ബേസിക് പ്രോബ്ലം ഇൻ ട്രഡീഷണൽ ഫയൽ മാനേജ്മെൻറ്റ് ഈസ് റിഡൻഡൻസി വിത്ത് റെഫർ ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫയലെല്ലാം കീപ്പ് ചെയ്യുമ്പം ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം ഹ്യൂമൻസ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, മാനുവലി ഫയൽ ചെയ്യുന്നത് ഫയൽസ് എല്ലാം. അപ്പോൾ ഒന്ന് കൂടുതൽ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ്, ഒന്ന് കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് ഫയൽ തന്നെ ഇരിക്കാൻ ഒരു സാധ്യത കൂടുതലുണ്ട്. അവിടെ റീച്ചൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനുവലി ആയതുകൊണ്ട്. So one of the basic problem in traditional file management is redundancy and refer to duplication of data. ഇപ്പോഴെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു ആപ്ലിക്കേഷനെല്ലാം നിങ്ങൾ ഓൺലൈനിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡിയോ ആധാർ നമ്പറോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഓൾറെഡി നിങ്ങളുടെ ഡാറ്റ അതിലുണ്ടെങ്കിൽ അല്ലേ, ഇത് ഇമെയിൽ ഐ ഡി ഓൾറെഡി എക്സിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫോൺ നമ്പർ അതിലുണ്ട്, ഡാറ്റാബേസിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് നേരെ സൈൻ ഇൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ കാണാറില്ലേ. അപ്പം ഇൻ കേസ് നിങ്ങൾ രണ്ടാമതും ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള പവർ ഇവിടെ ഉണ്ട്. പിന്നെ പറയുന്നത് അണ്ടർ ദി ഫയൽ സിസ്റ്റം സം കോമൺ ഡാറ്റ മേ ബി സ്റ്റോർഡ് ഇൻ multiple times at different places. Under file system, some common data may be stored in multiple times at different places. ചില ഫയലുകളിൽ, അതായത് പലതരം ഫയലുകൾ ഉണ്ടായിരിക്കില്ല. ഒരേ ഫയലിൽ എന്തായാലും ഒരേ ഡാറ്റ ഒരിക്കലും വരില്ല. പക്ഷെ ചില ചില ഇതിൽ ഡാറ്റകളിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടായിരിക്കാം, ഡാറ്റകൾ ഉണ്ടായിരിക്കാം. ചിലപ്പം ഒരാളുടെ പേര് തന്നെ പല സ്ഥലത്തും ഡീറ്റെയിൽസ് പല സ്ഥലത്ത് പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഉണ്ടായിരിക്കാം. അപ്പം പല ഫയലിലാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഒരേ ഫയലിൽ ഒരു ഡാറ്റ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എ ബാങ്ക് ദി സെയിം കസ്റ്റമർ നെയിം ഈസ് നീഡഡ് ഇൻ ദി ഡിഫറെൻറ്റ് ഫയൽസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ലോൺ ഉണ്ടായിരിക്കാം, ഒരു ബാങ്കിൽ ഒരു കസ്റ്റമർക്ക് ലോൺ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അയാൾക്ക് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ കാർ ലോൺ ഉണ്ടായിരിക്കാം, അങ്ങനെ പല ലോൺ അപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പേര് പല ഡാറ്റാബേസിലും അല്ലെങ്കിൽ പല ഫയലുകളും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു ലോൺ ഉണ്ടെങ്കിൽ, കാർ ലോൺ ഉണ്ടെങ്കിൽ പിന്നെ അയാൾ റീഅപ്ലൈ ചെയ്യേണ്ടതില്ല, കാരണം ഓൾറെഡി അയാളുടെ ഫയൽ അതിലുണ്ട്. If the name of the customer is stored in all these places, it result not only the wastage of storage spaces but also it increase the time taken to access this stored data. Moreover, it also create the problem of inconsistency. The same information is stored at different places of an organization. A DBMS can uses data normalization to avoid redundancy and duplication. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫയലുകളിൽ നമ്മുടെ സെയിം പേരുകൾ തന്നെ പിന്നെയും വരുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ആയിട്ട് കാണും. അതായത് ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ വർക്കുകൾ വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരുപാട് ഫയലുകളിൽ നമ്മുടെ ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് അത്രയും ഡാറ്റയും അതുപോലെ സ്റ്റോറേജ് എല്ലാം നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ DBMS വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ നടത്തിയിട്ട്, അല്ലെങ്കിൽ DBMS ഓട്ടോമാറ്റിക്കലി ഒരു നോർമലൈസേഷൻ നടത്തിയിട്ട് പല ഫയലുകളാണെങ്കിൽ പോലും അതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ സൂക്ഷിക്കാനും എല്ലാം DBMSനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തേത് അത് ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കാനും അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് നല്ല സിസ്റ്റമാറ്റിക് വേയിൽ സൂക്ഷിക്കാനും എല്ലാം DBMS സഹായിക്കുന്നുണ്ട്. DBMS uses data
യൂസസ് ഡാറ്റ നോർമലൈസേഷൻ ടു അവോയ്ഡ് റിഡൻഡൻസി ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ ഈ റിഡൻഡൻസി ഒരുപാട് ഫയലിൽ ഇങ്ങനെ പേരുകൾ പിന്നെ അടിച്ച് കയറ്റേണ്ട ഇത് വരില്ല. ഓൾറെഡി ഒരു പ്രാവശ്യം ഫയൽ ചെയ്തിട്ടുണ്ട്, അത് പല ഫയലുകളുടെ ഓട്ടോമാറ്റിക്കലായിട്ട് പോയി അത് അവിടെ റീച്ച് എത്തിക്കോളും. അപ്പം നോർമലൈസേഷൻ പ്രൊസീജിയറിൽ അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ നമ്മൾ നെസസിറ്റി ആയിട്ട് പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നത് റെഡ്യൂസ്ഡ് പ്രോഗ്രാമിംഗ് എഫേർട്ട്. ഡാറ്റ systems are designed with a view to perform many standard activities such as database searching, creation of reports, and additional of data. In many cases, users' information needs can be met with the help of built-in capabilities of DBMS. അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ റെഡ്യൂസ്ഡ് പ്രോഗ്രാമിംഗ് എഫേർട്ടാണ് രണ്ടാമത്തെ ബെനിഫിറ്റ് ഓർ നെസസിറ്റി ആയിട്ട് പറയുന്നത്. ഡാറ്റാബേസ് സിസ്റ്റം ആർ ഡിസൈൻഡ് വിത്ത് എ വ്യൂ ടു പെർഫോം മെനി സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡാറ്റാബേസ് സെർച്ചിങ്, ക്രിയേറ്റിംഗ് റിപ്പോർട്ട്സ് ആൻഡ് അഡീഷണൽ ഡാറ്റ. ഇപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ വ്യൂ ടു പെർഫോം മെനി സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റീസ്. ഇത് ഒരുപാട് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു എന്താണ് പറയുക ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്. അപ്പം അവിടെ നമുക്ക് സെർച്ച് ചെയ്യാം, അതുപോലെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ അഡീഷണൽ ഡാറ്റ എന്തെങ്കിലും വേണമെങ്കിൽ അത് കിട്ടാനും അതിൻ്റെ ഉള്ളിലേക്ക് അത് എൻ്റർ ചെയ്യാനും എല്ലാം നമുക്ക് അതിലുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. In many cases, users' information need can be met with the help of built capabilities of DBMS. പല സിറ്റുവേഷനിലും യൂസേഴ്സ് ഇൻഫർമേഷൻ നീഡ്സ് യൂസേഴ്സിന് എന്ത് ഇൻഫർമേഷൻ ആവശ്യമുള്ളത് അത് ഡാറ്റാബേസിന് കൊടുക്കാൻ സാധിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് പ്രോഗ്രാമിംഗ് എഫേർട്ട്. അപ്പോൾ അതിൽ പ്രോഗ്രാം ലാംഗ്വേജ് ഒന്നും കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് കമൻറ്റ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്ന അത് അവർ ഓട്ടോമാറ്റിക്കലി അത് പ്രോഗ്രാംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കാണും. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു പ്രോഗ്രാമിംഗ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ റെഡ്യൂസ്ഡ് പ്രോഗ്രാമിംഗ് എഫേർട്ട്. മൂന്നാമത് പറയുന്നത് ഫാസ്റ്റർ റെസ്പോൺസ് ടൈം. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ക്വറി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ തിരിച്ച് കിട്ടും എന്നർത്ഥം. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു സാധനം സെർച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ തന്നെ അത് കമ്പ്യൂട്ടർ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുതരില്ലേ. അതുപോലെ ഒരു ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് തരും. അതുപോലെ DBMS നമ്മൾ എന്തെങ്കിലും എംപ്ലോയീസിൻ്റെ ഡാറ്റ എല്ലാം കൊടുക്കണമെങ്കിൽ കമാൻഡ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലോ ഒരു കീവേഡ് രൂപത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡാറ്റ എന്ത് ചെയ്യും, അവർ കണ്ടുപിടിച്ച് തരാനെല്ലാം പറ്റും. നമ്മൾ കമ്പ്യൂട്ടറിലെല്ലാം സെർച്ച് ചെയ്യാറില്ല നമ്മൾ പല ഡോക്യുമെൻറ്റ്സ് എല്ലാം, അതുപോലെ തന്നെ. അപ്പോൾ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിച്ച് തരും. ദെൻ അടുത്തതാണ്, അപ്പോൾ അതാണ് ഫാസ്റ്റർ റെസ്പോൺസ് ടൈം. നെക്സ്റ്റ് വൺ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ബേസ് സിസ്റ്റം പ്രൊവൈഡ്സ് ഗ്രേറ്റ് റിലീഫ് ടു യൂസേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്. ഡാറ്റാബേസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, ഗ്രേറ്റ് റിലീഫ് ടു യൂസേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്. കാരണം യൂസേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ് നീഡ് നോട്ട് വെറി അബൌട്ട് ആക്ച്വൽ ഫിസിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ്. സോ ഡാറ്റാബേസ് സിസ്റ്റം എന്താണ് പ്രൊവൈഡ് ഗ്രേറ്റ് റിലീഫ് ടു ദി യൂസേഴ്സ് എന്ന് പറയുന്നുണ്ട്. കാരണം യൂസേഴ്സ് ആൻഡ് ദി പ്രോഗ്രാമേഴ്സ് need not worry about the actual physical details of data stored in the database. Since the database system undertake this task, the users can concentrate on logical content of the data. ഇവിടെ പറയുന്നത് ഡാറ്റ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം പറയുന്നത് ഇവിടെ ഡാറ്റാബേസ് സിസ്റ്റം പ്രൊവൈഡ്സ് എ ഗ്രേറ്റ് റിലീഫ് ടു ദി യൂസേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സിനൊന്നും വലിയ തലവേദന ഇവിടെ ഉണ്ടാക്കുന്നില്ല ഡാറ്റാബേസ്. കാരണം അതിൻ്റെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് എല്ലാം കുറച്ചും കൂടി ക്യാപ്പബിളാണ്, സ്വന്തം ചെയ്യാനുള്ളതും അതുപോലത്തുള്ള ആക്ടിവിറ്റീസിനെല്ലാം നമ്മുടെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആവശ്യങ്ങളില്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ അതിന് സാധിക്കും ആ സോഫ്റ്റ്വെയറിന്. യൂസേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ് നീഡ് നോട്ട് വെറി അബൌട്ട് ദി ആക്ച്വൽ ഫിസിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസ്. സിൻസ് ദി ഡാറ്റാബേസ് സിസ്റ്റം അണ്ടർടേക്ക് ദിസ് ടാസ്ക്, the users can concentrate on logical content of the data. യൂസേഴ്സിന് എപ്പോഴും ലോജിക്കൽ കണ്ടൻറ്റ്, ഒരു ഡാറ്റയുടെ ലോജിക്കൽ കണ്ടൻറ്റിന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അത് സ്റ്റോർ ചെയ്യേണ്ടതും അത് എവിടെ സ്റ്റോർ ചെയ്യണമെന്നും എല്ലാം ഡാറ്റാബേസിന് തീരുമാനിക്കാൻ അറിയാം.
Okay. For example, if a file consists of consumer records and each of which contain data items, namely name, address, phone number, etc., DBMS arrange the data properly in computer memory. അപ്പോൾ ഒരു ഡാറ്റയിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഫോൺ നമ്പേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, അത് എവിടെ സൂക്ഷിക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്നല്ല ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ട് അവരത് DBMS അത് സ്റ്റോർ ചെയ്തോളും. അപ്പോൾ നമുക്കതിൻ്റെ അത്ര സ്റ്റോർ ചെയ്യേണ്ടത് ഫിസിക്കലായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫയലെല്ലാം കീപ്പ് ചെയ്യണമെങ്കിൽ ഫിസിക്കലി സ്റ്റോർ ചെയ്യണം അല്ലേ, ഒരു ഫയൽ കീപ്പ് ചെയ്യണം, അത്ര സ്പേസ് നഷ്ടം. ഇവിടെ അതൊന്നും വരുന്നില്ല. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിനെ എപ്പോഴും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി അതെന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അതിന് സ്വന്തം നിലപാടുകൾ എടുക്കാനെല്ലാം കഴിവുണ്ട്. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അഞ്ചാമത്തെ, എബിലിറ്റി ടു ചേഞ്ച്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു മേക്ക് ചേഞ്ചസ് ഇൻ ഡാറ്റാബേസ് വിത്ത് മിനിമം എഫേർട്ട്. In the above example, suppose the user wants a new field, namely age of customer, which can be done with the few simple instruction. But in non-DBMS environment, this task is very difficult to accomplish. അപ്പം ദി എബിലിറ്റി ടു ചേഞ്ച് ആണ് അടുത്ത ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. എബിലിറ്റി ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ മാറ്റത്തിലേക്ക് അത് എന്താണ് പറയുക, മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന പറയുന്നത്. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ DBMS പോയിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് കിട്ടുന്നതാണ്. അപ്പോൾ അത് എബിലിറ്റി ചേഞ്ച് അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് അംഗീകരിക്കാനും എല്ലാം കഴിവുള്ളതാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കാരണം നമ്മുടെ ഡീറ്റെയിൽസും ഡാറ്റയെല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ, ഡാറ്റകളെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ ആണ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫിസിക്കലി സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യമുണ്ട്. ഒരുപാട് ഇപ്പോൾ ഒരു പേപ്പർ വർക്കൊക്കെ ആണ്, ഒരുപാട് ഫയലുകൾ, ബുക്ക്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അല്ലേ. ഒരുപാട് ബുക്ക് കീപ്പ് ചെയ്യണം, അത് കീപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോർ വേണ്ടി വരും. ചിലപ്പോൾ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ അത്ര സ്പേസ് ഉള്ള സ്ഥലം വേണം. അപ്പോൾ അതെല്ലാം അവിടെ നഷ്ടമാണ്. പക്ഷേ ഇവിടെ ആകുമ്പോൾ എന്താണ്, എല്ലാം നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറീസിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ സ്റ്റോറേജിൻ്റെ ആ ബുദ്ധിമുട്ടൊന്നും ഇവിടെ വരുന്നില്ല. അതുപോലെ കോസ്റ്റും വളരെ കുറവായിരിക്കും, പേപ്പർ വർക്കില്ല, അങ്ങനെയെല്ലാം നോക്കുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓവറോൾ എഫിഷ്യൻസി നോക്കുമ്പം കോസ്റ്റ് റിഡക്ഷനാണ് ഈ DBMSൻ്റെ കാര്യത്തിൽ. കാരണം ഒരുപാട് പേപ്പർ വർക്കുകളും അതുപോലെ എംപ്ലോയീസിൻ്റെ എണ്ണം ഇതൊന്നും കൂടുതലായിട്ട് ആവശ്യമില്ല. ഒരു പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ ഒരു 10 എംപ്ലോയീസ് വേണ്ടി വരും ഓരോരോ സെക്ഷൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇവിടെ എല്ലാം കമ്പ്യൂട്ടർ ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. അടുത്തതാണ് ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ. ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ളതിനേക്കാളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു തീപിടുത്തമെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫയലുകളെല്ലാം കത്തി നശിക്കും. അതോടുകൂടി അതിൻ്റെ ഇൻഫർമേഷൻ ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് ഇല്ലേ, കത്തി നശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻ കേസ് ഇവിടെ എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും ബഗ്ഗോ എററോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മറ്റുള്ളതിനേക്കാളും കൂടുതൽ സുരക്ഷിതമായിട്ട് കമ്പ്യൂട്ടർ മെമ്മറീസിൽ സൂക്ഷിക്കാനും അത് റിക്കവർ ചെയ്യാനും എല്ലാം കൂടുതൽ സാധ്യതയുണ്ട്. അടുത്തതാണ് എട്ടാമത്തതാണ് മൾട്ടി യൂസർ സപ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ പ്രോസസ്സിംഗ്. മൾട്ടി യൂസർ സപ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ പ്രോസസ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ ആൾക്കാർക്ക് അതിൽ ഡാറ്റാബേസ് ഉപയോഗിക്കാനും അത് ഡിസ്ട്രിബ്യൂട്ട്, അതായത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ അത് ഉപയോഗിക്കാനും എല്ലാം, സപ്പോർട്ട് കൊടുക്കാനും ഉപയോഗിക്കാനും എല്ലാം സാധിക്കും. അപ്പോൾ ഒന്ന് കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റും. ലാർജർ ഡാറ്റാബേസ് സിസ്റ്റം ആർ ഡിസൈൻഡ് ടു interact simultaneously with several users. Large system can handle thousands of users at the same time. Some computing systems allow the user to interact even distant places. അപ്പം ഒരു സമയത്ത് ഒരുപാട് എംപ്ലോയീസിനോ അതുപോലെ എക്സിക്യൂട്ടീവ്സിനോ എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് DBMS.
കാരണം ഒരുപാട് ആൾക്കാർ തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് ചിലപ്പം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും ഫയലുകൾ കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. എല്ലാവരും ചിലപ്പോൾ ഒരു ഡാറ്റാബേസിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എംപ്ലോയീസിനെ, ഒരുപാട് പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബെനിഫിറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് കൺട്രോളിങ് ദി റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി. പിന്നെ വരുന്നത് റെഡ്യൂസ്ഡ് പ്രോഗ്രാമിംഗ് എഫേർട്ട്. പിന്നെ വരുന്നതാണ് ഫാസ്റ്റർ റെസ്പോൺസ് ടൈം, ഡാറ്റ ഇൻഡിപെൻഡൻസ്, ദെൻ ദ എബിലിറ്റി ടു ചേഞ്ച്, കോസ്റ്റ് റിഡക്ഷൻ, ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ, ദെൻ മൾട്ടി യൂസർ സപ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ബെനിഫിറ്റോ അല്ലെങ്കിൽ നെസസിറ്റീസ് ഓഫ് ഡാറ്റാബേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയേണ്ടത് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവിടെ DBMS എന്നാക്കണം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DBMS കേട്ടോ. DBMS വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DBMS എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ DBMSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെയാണ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ടേബിൾസ്. ഡാറ്റ സ്റ്റോർഡ് ഇൻ ടേബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഈസ് നെവർ ഡയറക്റ്റഡ് ടു ബി സ്റ്റോർഡ് ഇൻ ടു എ ഡാറ്റാബേസ്. ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ടു ടേബിൾ അല്ലേ. എല്ലാ ടേബിൾസിലായിരിക്കും ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഈ ടേബിളാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് എന്താണ് പറയുക റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഈ ഡാറ്റകളെല്ലാം ഒരു ടേബിൾ രൂപത്തിലായിരിക്കും ഇത് ഫോം ചെയ്ത് വെക്കുന്നത്. കാരണം നല്ല അടുക്കും ചിട്ടോട് കൂടിയായിരിക്കും DBMS ഓരോരോ ഡാറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റ് അതുകൊണ്ടാണ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ടേബിൾസ് എന്ന് പറയുന്നത്. DBMS ഓൾസോ അലോ എസ്റ്റാബ്ലിഷ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് വിച്ച് മേക്ക് ദി ഡാറ്റ മോർ മീനിങ്ഫുൾ ആൻഡ് കണക്റ്റഡ്. ഡാറ്റ ഒരുപാട് മീനിങ്ഫുള്ളും കണക്റ്റഡും ആക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ടേബിൾ രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. ടേബിൾ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ, അതായത് ഓരോരോ റോയും കോളത്തിലനുസരിച്ചിട്ട്. അതുപോലെ അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കും. അതാണ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ടേബിൾസ്. ദെൻ ലെസ് റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനെസസറി റിപ്പീറ്റേഷൻ ഓഫ് ഡാറ്റ, ഡ്യൂപ്ലിക്കേഷൻ, അതുപോലെ റിപ്പീറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഒഴിവാക്കും. ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ വഴിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ വഴി നമുക്ക് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും അത് തിരുത്തുകയും എല്ലാം ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് കൺസിസ്റ്റൻസി. Consistency is the state where every relation in database remain consistent. There are methods and techniques in DBMS itself to find out inconsistent states. A DBMS can provide greater consistency as compared to earlier form of data stored in application like file processing. കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. ഡാറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ DBMSലുള്ള ഇൻഫർമേഷൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേർ എവറി റിലേഷൻ ഇൻ ദി ഡാറ്റാബേസ് റിമെയിൻ കൺസിസ്റ്റൻറ്റ്. അത് മാറ്റം ഉണ്ടാവില്ല. നമ്മൾ മാറ്റിയാൽ മാത്രമാണ് അതിന് മാറ്റം ഉണ്ടാവുന്നത്, അല്ലാതെ അതിൽ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഡാറ്റാബേസിൽ വെക്കാൻ സാധിക്കും. അടുത്തതാണ് മൾട്ടി യൂസർ കൺകറൻറ്റ് ആക്സസ്. മൾട്ടി യൂസർ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് മൾട്ടി യൂസർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്ന് കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് ഏജൻസികളെല്ലാം ഉള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ പല ഡിവിഷനിലും പല ഓഫീസുകളിലായിട്ട് ഒരേ സമയം അവരുടെ സോഫ്റ്റ്വെയർ എല്ലാം തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഒരേ സമയം അതിലേക്ക് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എക്സാമ്പിൾ, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യുന്നത് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, IRCTCൻ്റെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം.
ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൾട്ടി യൂസറാണത്. എക്സാമ്പിൾ അങ്ങനത്തെ കുറേ എക്സാമ്പിളുകൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. അതുപോലെ മൾട്ടിപ്പിൾ വ്യൂസും ഡിഫറെൻ്റ് ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സസ് ആയിരിക്കും. ഡിഫറെൻ്റ് ആൾക്കാർ അത് കാണുന്നത് ഡിഫറെൻ്റ് രൂപത്തിലായിരിക്കും അല്ലേ. പലരും എന്താ പറയുക, പല ഇൻ്റർഫേസിലായിരിക്കും ഉണ്ടാവുന്നത്. ചിലർ ട്രെയിൻ ബുക്ക് ടിക്കറ്റ് ചെയ്യുകയായിരിക്കാം, ചിലപ്പം ട്രെയിൻ സെർച്ചിങ് ആയിരിക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ടൊന്ന് ആലോചിച്ചാൽ മതി. DBMS ഓഫർ മൾട്ടിപ്പിൾ വ്യൂസ് ഫോർ ഡിഫറെൻറ്റ് യൂസേഴ്സ്. എ യൂസർ ഹൂ ഈസ് ഇൻ ദി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് വ്യൂ ഓഫ് ഡാറ്റാബേസ് ദാൻ പേഴ്സണൽ വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആളും ഒരു ഡാറ്റാബേസ് ചെയ്യുമ്പോൾ അവരുടെ വ്യൂസും അതുപോലെ അവർക്ക് ചെയ്യേണ്ട വർക്കുകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുക, എല്ലാവരും മൾട്ടിപ്പിൾ ആയിട്ടുള്ള വർക്കുകളെ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അവർക്ക് വേണ്ട അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട വ്യൂ ആണ് ആ ഡാറ്റാബേസ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഡെഫിനിഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ. A fundamental feature of database approach is that the database system do not only contain the data but also complete definition and description of this data. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഡാറ്റാബേസ് സിസ്റ്റം do not only contain the data but also complete definition and description of data. These descriptions are basically detail about the extent, structure, type and format of data. Additionally, the relationship between the data. അപ്പം ഒരു ഡാറ്റ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു വേർഡിൻ്റെ ഒരു ഡെഫിനിഷൻ, വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചിട്ട് ആ മാനേജ്മെൻറ്റ് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും കൂടി അത് വിശദീകരിച്ചിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡെഫിനിഷൻ ആയിരിക്കും അതിനുണ്ടാവുക. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റയർ ഡീറ്റെയിൽസ് എന്തുണ്ടാവും അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഡാറ്റയ്ക്ക് എത്ര സൈസുണ്ട്, എത്ര റിപ്പീറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഡാറ്റാബേസ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഡാറ്റ ഡെഫിനിഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. ഒരു ഡാറ്റയുടെ കുറിച്ചുള്ള അതിന് എത്ര ലെങ്ത് ഉണ്ട്, എത്ര വിഡ്ത്ത് ഉണ്ട്, അത് എത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം DBMS കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ സെക്യൂരിറ്റീൻ്റെ കാര്യം പറയുന്നുണ്ട് അടുത്ത 7ാമത്തെ പോയിൻ്റായിട്ട്. DBMS ടേക്ക് കെയർ ഓഫ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. അൺഓതറൈസ്ഡ് ആക്സസ് എന്നുള്ള എന്തുണ്ട്, എന്തെങ്കിലും ഹാക്കിങ് പോലത്തെ കാര്യങ്ങളെല്ലാം അത് ഒന്നും കൂടി സെക്യൂറായിട്ട് അത് എല്ലാം തടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂറായിട്ട് രൂപത്തിലാണ് DBMS ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ തടയാനും പിന്നെ സെക്യൂരിറ്റിക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് DBMS കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡാറ്റ ചോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദെൻ ക്വറി ലാംഗ്വേജ്. DBMS പ്രൊവൈഡ് വിത്ത് ക്വറി ലാംഗ്വേജ് വിച്ച് മേക്ക് ഇറ്റ് മോർ എഫിഷ്യൻറ്റ് ടു റിട്രീവ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ. ക്വറി ലാംഗ്വേജ് ആണ് DBMS പ്രൊവൈഡ് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വറി ആയിട്ട് എന്തെങ്കിലും നമ്മുടെ സംശയങ്ങൾ DBMSനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിപ്ലൈ അവിടെ നിന്ന് കിട്ടുന്നു അല്ലേ. നമ്മൾ ക്വറി ആയിട്ട് ഏത് കീവേഡായിട്ടൊക്കെ ആയിരിക്കും കമ്പ്യൂട്ടറിലെല്ലാം സെർച്ച് ചെയ്യാറ്. അപ്പോൾ അത് അവർ ഓട്ടോമാറ്റിക്കലി ആ സെർച്ച് ചെയ്യുന്നത് അവരുടെ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ക്വറി ലാംഗ്വേജിൽ തന്നെ ആൻസർ തരുന്നു. അതാണ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡാറ്റ പെർസിസ്റ്റൻസ്. ഡാറ്റ പെർസിസ്റ്റൻസ് മീൻസ് ദാറ്റ് ഇൻ DBMS all data is maintained as long as it is not deleted explicitly. അപ്പോൾ ഡാറ്റ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മളത് ഡിലീറ്റ് ചെയ്യാത്തടത്തോളം കാലം വരെ അതെന്തുണ്ടാവും, ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും. The lifespan of the data need to be determined directly or indirectly by the user. അത് എത്ര കാലം ഉണ്ടാവണമെന്ന് തീരുമാനിക്കേണ്ടത് അതിൽ ഉപയോഗിക്കുന്ന യൂസേഴ്സാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം കാലം അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് എന്തുണ്ടാവും, ആ DBMSൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മുടെ യൂസേഴ്സിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ അവരുടെ എന്താ പറയുക മോഡിഫിക്കേഷനും അതുപോലെ ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് പോകും. പിന്നെ അത് റിക്കവറൊക്കെ ചെയ്തെടുക്കേണ്ടി വരും നമുക്ക് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ.
അപ്പോൾ യൂസേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ടായിരിക്കും DBMS പ്രവർത്തിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഒന്നാമത്തെ ഡാറ്റ സ്റ്റോർഡ് ഇൻ ടേബിൾസ്, ദാറ്റ് ഈസ് ടേബിൾസ് മീൻസ് റിലേഷണൽ ഡാറ്റാബേസ്. അപ്പം ഒരു എന്തിനാണ് അത്? ഒരു ഡാറ്റ മറ്റുള്ള ഡാറ്റയായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലെസ് റിഡൻഡൻസി, കൺസിസ്റ്റൻസി, മൾട്ടി യൂസർ ആൻഡ് കൺകറൻറ്റ് ആക്സസ്, മൾട്ടിപ്പിൾ വ്യൂസ്, ഡെഫിനിഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ, സെക്യൂരിറ്റി, ക്വറി ലാംഗ്വേജ് ആൻഡ് പെർസിസ്റ്റൻസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ആർ ദി നെസസിറ്റീസ് ഓഫ് ഡാറ്റാബേസ്. ഈ രണ്ടുമാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ സെഷനിൽ. അപ്പോൾ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് കാര്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ ബേസിക് ഓഫ് DBMSൻ്റെ അത് തീരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അതിന് ഡീപ്പായിട്ടുള്ളതിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഉൾപ്പെടുത്തും. ഓക്കെ, താങ്ക് യു.